തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിശബ്ദ പ്രചാരണത്തിൽ സജീവമാവുകയാണ് മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി വി വസീഫ്. ഇത് നമ്മളോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു പദ്ധതിയും പ്ലാനൊക്കെ? അല്ല, നമ്മുടെ ബന്ധത്തിലുള്ള അതേപോലെ പരിചയമുള്ള ആളുകളെയൊക്കെ ഒന്നുകൂടി കാണുക എന്നുള്ളതാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ നേരത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം കാണാൻ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വിട്ടുപോയവരെയൊക്കെ ഒന്ന് കാണുക. പിന്നെ പരമാവധി ഫോണിൽ ആളുകളെ വിളിക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി. വളരെ കുട്ടിക്കലാശം കഴിഞ്ഞു. കുട്ടിക്കലാശത്തിൽ വലിയ പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. എന്താണ് കുട്ടിക്കലാശത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത്? ഇന്നലെ സത്യത്തിൽ മണ്ഡലത്തിൽ, അതായത് ഞങ്ങളുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മൊത്തം ഞങ്ങൾ ഒന്ന് ഓടി ലാസ്റ്റ് റൗണ്ട് എന്നുള്ള നിലക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് തുടങ്ങി എല്ലാ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൂടെ ഞങ്ങൾ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്നെ കടന്നു വന്നു. എന്നിട്ട് വൈകുന്നേരമാണ് നിങ്ങൾ കണ്ട മലപ്പുറം ടൗണിൽ കേന്ദ്രീകരിച്ചത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു മണ്ഡലത്തിലെ ആളുകളുമായിട്ടുള്ള ഒരു സംസാരത്തിൽ, അതായത് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒരു കണ്ണ് കിട്ടുകയാണല്ലോ ആളുകളുമായിട്ട് കൈവീശി കൊടുത്തു പോരുമ്പോൾ അവരുടെ ഒരു മുഖഭാവത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഉറപ്പിക്കുക തന്നെയാണ് മലപ്പുറത്ത് ഇടതുപക്ഷം ജയിക്കും എന്ന് തന്നെയാണ്. അതും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ആളുകളുടെ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ എത്ര വട്ടം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത് എത്തി നിൽക്കുന്നു, എത്ര വട്ടം പര്യടനം പൂർത്തിയാക്കാൻ സാധിച്ചു? എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു? ഞങ്ങൾ ഒരു ദിവസം പൂർണ്ണമായി മണ്ഡലത്തിൽ കൊടുത്ത് അങ്ങനെ പോയത് 5 തവണ പോയി. പിന്നെ പകുതി വെച്ച് പോയി ഒരു 4 തവണ. പിന്നെ ഒരു ഒറ്റ റൗണ്ട്, ഇങ്ങനെ 2 റൗണ്ട് നമ്മൾ ഈ റോഡ് ഷോ പോലെ പോയി. തുടക്കത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന അന്ന് ഒരു റോഡ് ഷോ പോയി. ഇന്നലെയും ഒരു റോഡ് ഷോ പോയി. അങ്ങനെ ഒരു 11 റൗണ്ടോളം മണ്ഡലത്തിലാകെ ഒന്നുകൂടി. അതാണ് അതിൽ 840ഓളം യോഗങ്ങളിൽ ഞാൻ നേരിട്ട് പങ്കെടുത്തു. അത് കുടുംബയോഗമുണ്ട്, തെരുവ് പൊതുയോഗങ്ങളുണ്ട്. അതോടൊപ്പം 30ഓളം ഉത്സവങ്ങളുടെ ഭാഗമായി ഞങ്ങൾ പോയി. 29ഓളം ഇഫ്താർ, 29 നോമ്പ്, ആ 29 ദിവസവും ഇഫ്താർ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പല സ്ഥലങ്ങളിൽ. അവിടെയൊക്കെ ചെന്നു. പിന്നെ ഗ്രൗണ്ടുകൾ, പിന്നെ പെരുന്നാളിൻ്റെയും ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള സന്ദർശനങ്ങൾ, അതിൻ്റെ തലേ ദിവസങ്ങളിൽ കടകളിൽ കയറിയിട്ടുള്ള പ്രചരണം. അങ്ങനെ പരമാവധി ആളുകളെ, എൻ്റെ വോട്ടർമാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ കാണുക എന്നുള്ള ശ്രമം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. ആ ശ്രമം നിങ്ങൾക്ക് അറിയാം, എത്ര തന്നെ ആയാലും അതിൽ എല്ലാവരെയും കാണുക എന്നുള്ളത് ലേശം ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെ. എന്നിരുന്നാലും പരമാവധി ജനങ്ങളെ നേരിട്ട് കാണുക, എനിക്കൊരു വോട്ട് ചോദിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതിനുള്ള ശ്രമവും അതിൻ്റെ ഒരു ഓട്ടവുമായിരുന്നു. എന്നിരുന്നാലും ബാക്കി കുറേ പേരെ കാണാനൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ കണ്ടതിൽ നിന്നുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. ഞാൻ തന്നെ ഇന്നലെ ഈ റോഡ് ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ആകെ നെഗറ്റീവ് പറഞ്ഞല്ലോ, സിവിനോടൊക്കെ ഞാൻ പറഞ്ഞു, ഒരു 4 പേരാണ് ആകെ അങ്ങനെ ഒരു നമുക്ക് കണ്ണിൽ മനസ്സിലാവുമല്ലോ ഒരു നെഗറ്റീവ് എന്നുള്ള നിലക്ക് പറയുകയും അതന്നെ 1-2 ഒക്കെ ബോധപൂർവം ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. വലിയ പ്രതീക്ഷ തന്നെയാണ്, വലിയ പ്രതീക്ഷയാണുള്ളത്. അതാ ഞാൻ നേരത്തെയും നിങ്ങളോട് പറഞ്ഞു, റിപ്പോർട്ടർ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മലപ്പുറത്ത് ഞാൻ ജയിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ. ഇവിടെ മുസ്ലിം ലീഗ് അവരുടെ ഒരു പൊന്നാപുരം കോട്ടയാണ് എന്ന് പറഞ്ഞിട്ട് കുത്തകയാക്കി വെക്കുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തിലേക്കാണ് വസീഫിനെ പോലുള്ള ഒരാളെത്തുന്നത്. സ്വാഭാവികവും DYFIൻ്റെയും SFIൻ്റെയൊക്കെ വലിയ പിന്തുണ പ്രചാരണത്തിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇനി അതിനൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടാകാൻ പോകുന്നത്? ഈ ലീഗിൻ്റെ പൊന്നാപുരം കോട്ട എന്നുള്ളത് അത് പൊളിയില്ലേ? ഒന്നിനെയും അങ്ങനെ കുത്തകയാക്കി വെക്കുന്ന ഒരു കുത്തകയെയും മലപ്പുറത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആരുടെയും കുത്തകയല്ല മലപ്പുറം, അല്ലെങ്കിൽ ഒന്നും. ഈ കുത്തകകൾക്കെതിരെ ഏറ്റവും വലിയ സമരം നടന്ന കേന്ദ്രമാണ് മലപ്പുറം. അതുകൊണ്ട് ആ കുത്തക ഇവിടെ തകരും. ഈ സമസ്തയുടെ വോട്ടാണ് അവസാന ദിവസങ്ങളൊക്കെ വലിയ രീതിയിൽ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ ചർച്ചയായത്. അതെങ്ങനെയാണ് വസീഫിനെ സ്വാധീനിക്കാൻ പോകുന്നത്? ഈ സമസ്ത വിഭാഗത്തിൽപ്പെട്ടവർക്ക്, സമസ്തയെ സ്നേഹിക്കുന്നവർക്ക് ഒരു കാരണവശാലും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ പറ്റുക? എത്രയെത്ര അവസരങ്ങളിലാണ്. അപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല, മുസ്ലിം ലീഗിനെ എല്ലാം കൊടുത്ത് പൂർണ്ണമായും പിന്തുണച്ചിരുന്ന വിഭാഗമാണ് സമസ്ത. ആ സമസ്തയോട് മുസ്ലിം ലീഗ് കാണിച്ച തെറ്റ് വളരെ ഭീകരല്ലേ? വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അതേപോലെ സമസ്തയുടെ നേതാക്കന്മാരെ അപമാനിക്കലൊക്കെ ചെയ്തതല്ലേ? നമ്മൾ തന്നെ എത്ര ഡിബേറ്റിൽ പങ്കെടുത്തു സമസ്ത നേതാക്കന്മാരെ ആക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട്. തെരഞ്ഞെടുപ്പിലല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പേ.
അങ്ങനെ സമസ്ത എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരെ അതിൽ യഥാർത്ഥത്തിൽ അതിന് മതം കൊണ്ട് നടക്കുന്ന ഇസ്ലാമിക ആചാരപ്രകാരം അവരുടെ പ്രവർത്തനങ്ങൾ നടത്തി പോകുന്ന സമസ്തയെ ഉപയോഗിക്കുകയായിരുന്നു ഇത്രയും കാലം മുസ്ലിം ലീഗ്. അങ്ങനെ അവരെ അങ്ങനെ ഉപയോഗിക്കാൻ കിട്ടില്ല എന്നുള്ള പ്രഖ്യാപനം അവർ നടത്തും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അതിപ്പോൾ നിങ്ങളിങ്ങനെ വിവാദമാക്കിയാലും ഇല്ലെങ്കിലും അവർ ഒരു കാരണവശാലും ഇത്തവണ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക്. അത് അവർക്ക് മാത്രമല്ല, ഇവിടെയുള്ള സാധാരണ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും ഒക്കെ നോക്കിക്കാണുന്നവർക്ക് ഈ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ മനസ്സ് വരില്ല. കാരണം അധികാരം ഉപയോഗപ്പെടുത്തി എങ്ങനെ സ്വന്തം കാര്യങ്ങൾ മെച്ചപ്പെടുത്താം, അതെങ്ങനെ ഒരു ഈ അധികാരത്തെ അലങ്കാരമാക്കി കൊണ്ടു നടക്കാം എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ മണ്ഡലം വെച്ച് മാറലൊക്കെ എന്തിൻ്റെ ആവശ്യമാണ്? അങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ. ഇവരുടെ ചിഹ്നം മാറിയിട്ടില്ല, ഇവരുടെ മുന്നണി മാറിയിട്ടില്ല, ഇവരുടെ രാഷ്ട്രീയം മാറിയിട്ടില്ല, പിന്നെ എന്തിനാണ് മണ്ഡലം വെച്ച് മാറുന്നത്? അപ്പോൾ ഇതെല്ലാം ഇവർക്ക് എളുപ്പത്തിൽ അധികാരത്തിലേക്ക് എത്താം എന്നുള്ള തോന്നലാണല്ലോ. ഇനിയും അവിടെ തന്നെ ഇരിക്കണം, വീണ്ടും വീണ്ടും ഇങ്ങനെ അധികാരത്തിൻ്റെ ആ ശീതളച്ചായയിൽ ഇങ്ങനെ ഇരുന്ന് പോകണം എന്നല്ലാതെ സാധാരണക്കാരനെ കാണുന്നില്ല എന്നുള്ള ആക്ഷേപം നന്നായി താഴെയുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്ക് വോട്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് സമസ്ത മാത്രമല്ല, സകല മനുഷ്യരും ജനാധിപത്യത്തെ അതിൻ്റേതായ അർത്ഥത്തിൽ നോക്കിക്കാണുന്നവർ എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെ എൻ്റെ വീടിന് ഗേറ്റ് ഉണ്ടാവില്ല. അതായത് ഒരു പ്രയോഗം നടത്തിയതാണ് ഞാൻ. എൻ്റെ വാതിലുകൾ കൊട്ടിയടക്കില്ല. അത് പറയാൻ കാരണമുണ്ട് ഇവിടെ. അതിൻ്റെ തുടർച്ചയായി നിങ്ങൾക്ക് തന്നെ കേട്ട് കാണും, ഇവിടെ നടന്ന നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഡിബേറ്റുകളിൽ ജനം പറഞ്ഞത്, ചില ആളുകളെ സമീപിക്കാൻ ചെല്ലുമ്പോൾ ചിലത് വേണം എന്നൊക്കെ പറഞ്ഞത് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ആ തരത്തിൽ അപ്പം ഞാനിവിടെ പറഞ്ഞത്, ഈ നാട്ടുകാരോട് ഉറപ്പിച്ച് പറയുന്നത്, ഒരു സാധാരണ പഞ്ചായത്ത് മെമ്പറെ പോലെ അവർക്ക് എന്നെ സമീപിക്കാൻ പറ്റും. അവരുടെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ചേർന്ന് നിൽക്കുന്നവനായി, വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു ജനപ്രതിനിധിയായി ഞാൻ ഉണ്ടാകുമെന്നാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്. കോഴിക്കോട്ടുകാരനായ വസീഫ് ഇലക്ഷൻ കഴിഞ്ഞാലും മലപ്പുറത്തുണ്ടാവും. അല്ല, കോഴിക്കോട്ടുകാരനല്ല, അല്ലെ കോഴിക്കോട്ടുകാരൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിയും ഞാനും, എതിർ സ്ഥാനാർത്ഥി ഒരു ചാനലിൽ തന്നെ പറഞ്ഞു ഞങ്ങളൊരു നാട്ടുകാരും ബന്ധമുള്ളവരുമാണ് എന്നാണ്. കാരണം രണ്ടും തൊട്ടടുത്താണ്, ഒരു പുഴയുടെ അക്കരെ ഇക്കരെയാണ്. അങ്ങനെ വലിയ ദൂരത്തൊന്നുമല്ല. പിന്നെ ഞാൻ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായി, SFI ഭാരവാഹി, DYFI ഭാരവാഹി ഒക്കെ ആയിട്ട് നമ്മളിവിടെയൊക്കെ ഉണ്ടല്ലോ. ഈ ഭാഗത്തെയും സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞു DYFIS, ഇപ്പോൾ ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്ന, ഈ തെരഞ്ഞെടുപ്പ് വന്ന് ഞാൻ ഇവരെ പോയി കണ്ടതൊന്നുമല്ല. ഇവർ ഞങ്ങളുടെ കൂടെ, ഞങ്ങളൊരു തുടർച്ചയായി സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങളൊരു ജനാധിപത്യ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഇങ്ങനെയുള്ള അധികാര സ്ഥാനങ്ങളിൽ എത്തിയാലേ സംഘടനാ പ്രവർത്തനം നടത്തൂ എന്നുള്ളതല്ല. ഇപ്പം നാളെ ഇലക്ഷൻ കഴിഞ്ഞാൽ മറ്റന്നാളും ഞങ്ങൾ ഇതേ എനർജിയിൽ ഓടുന്നവരാ, അല്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ കാത്തിരിക്കുന്നവരല്ല. ഞങ്ങൾ പൂർണ്ണമായും ജനങ്ങളോടൊപ്പം ഉണ്ടാകും. അത് മലപ്പുറവും കോഴിക്കോടും പിന്നെ കാസർഗോഡും കണ്ണൂരും ഒക്കെ ഞങ്ങളുണ്ടാകും. എല്ലായിടത്തും ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നിരന്തരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇപ്പോൾ ജനപ്രതിനിധി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കമ്മിറ്റ്മെൻറ്റ് കൂടല്ലോ. അതുപോലെ അവർക്കൊരു അവകാശമുണ്ട് എന്നിൽ. ജനപ്രതിനിധികൾ, അവരുടെ അവകാശമാണ് അത്, എന്നെ അവർക്ക് കിട്ടുക എന്നുള്ളത്. അത് ഞാൻ അവൈലബിൾ ആകും എന്നുള്ളതാണ്. ഒരു അവൈലബിൾ MP ആയി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അന്ന് പറഞ്ഞത്, ഇപ്പോഴും തന്നെ പറയുന്നത്. ഈ പ്രചാരണത്തിലുടനീളം ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരുന്നൊരു പ്രയോഗം തന്നെയായിരുന്നു അവൈലബിൾ MP എന്നുള്ളത്. ഈ ഘട്ടത്തിലും നിശബ്ദ പ്രചാരണ ഘട്ടത്തിലും അത് ആവർത്തിക്കുകയാണ് മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി വി വസീഫ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.